ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പ്രതിപക്ഷ നേതാക്കന്മാർക്ക് കോൺഗ്രസ് നേതാക്കന്മാർക്ക് തമ്മിൽ എന്തെങ്കിലും എനിക്കറിയില്ല. ബന്ധം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? അല്ല, ബന്ധം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്നേ? ബന്ധം ഞാൻ ചെയ്യട്ടെ, ചിത്രം വെച്ചിട്ട് കാണിക്കും. മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടല്ലോ ചിത്രം. അത് മുഖ്യമന്ത്രി ഇയാളും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് സ്വർണ്ണം അടിച്ചു മാറ്റിയെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ആര് ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോയി നിൽക്കുകയാണ്, അതിന്റെ തൊട്ടപ്പുറത്ത് വധുവരന്മാരുടെ കൂടെ വേറൊരുത്തരുണ്ടാവും, അവന്റെ കൂടെ ആ ചിത്രം ഉണ്ടാവും ചിലപ്പോ വരുമ്പോ. ഇല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഒരാളൊന്നും ഒരു പണം എടുത്തോട്ടെ നീക്കണം. ഞങ്ങളിങ്ങനെ വേണ്ട മാറ്റമെന്ന് പറയും, കയ്യൊന്നും തട്ടി മാറ്റില്ല. അപ്പൊ പണം എടുക്കും. പണം എടുത്തിട്ട് നാളെ അവനെ വല്ല സ്വർണ്ണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ VD സതീശനും ഇവനും തമ്മിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ബന്ധമാണെന്ന് പറഞ്ഞ് ഞാനും സ്വർണ്ണക്കള്ളക്കടത്താണ് നിങ്ങൾ പറയാം. ഫോട്ടോ എന്ന് വെച്ച് ഇപ്പോഴത്തെ കാലത്തൊന്നും പറയല്ലേ. ഞാൻ ആരെ പറ്റി പറയാറില്ല. അല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ആർക്കും അല്ല എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അത്. എനിക്കറിയില്ല ആരാണെങ്കിലും എനിക്കറിയില്ല. ആരെ കൂടെ ഇനിയിപ്പോ എന്റെ കൂടെ പണം എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല ഇയാളെ, കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ ഇനിയുള്ള കാലത്ത് ആരെങ്കിലും ഫോട്ടോ എടുത്താ മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയുടെ കൂടെ പണം എടുത്തത് മുഖ്യമന്ത്രി ഇയാളെ കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് ഞാൻ ആരോപിച്ചോ? അല്ലല്ലോ, ഞങ്ങൾ ആരോപിച്ചില്ല. ഞങ്ങൾ അത്തരം ആരോപണമൊന്നും ഉന്നയിച്ചില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകളാണ്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ ചെയ്യുന്നത് എന്ന് ഏതാണ്ട് വ്യക്തമായി വരുന്നുണ്ട്. എന്താണ് ബന്ധം സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്? എന്താണ് ബന്ധം അടൂർ പ്രകാശുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ആ ചോദ്യം ഉയർന്നു വന്നപ്പോഴാണ് ഉരുണ്ട് കളിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കാൻ കാരണം? ഒന്ന്, ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു കള്ളം. ആ കള്ളം ആഗോള അയ്യപ്പ സംഗമത്തിന് 2 ദിവസം മുമ്പ് തന്നെ പറയാനിടയാക്കിയ സാഹചര്യം എന്താണ്? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് അത് പറയിപ്പിച്ചത്? UDF ആണോ അതോ BJP ആണോ? കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോഴത്തെ വിവരമനുസരിച്ച് UDF നേതാക്കൾ തന്നെയാണ് അത് പറയിപ്പിച്ചത് എന്നാണ്. കാരണമുണ്ട്. അതേ വാദം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ അതേ വാക്യമെടുത്ത് നിയമസഭയിൽ വരികയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞു. പീഠമെവിടെ? സ്വർണം കളവ് പോയിരിക്കുന്നു. എന്തിനാണ് ദേവസ്വം മന്ത്രി ഇങ്ങനെ ഇരിക്കുന്നത്? എന്തിനാണ് ദേവസ്വം ബോർഡിൽ പ്രസിഡന്റ് ഇരിക്കുന്നത്? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നു. മന്ത്രിക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്, ദേവസ്വം പ്രസിഡന്റിന് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങളും ഉന്നയിച്ചു. എന്തിനു വേണ്ടി? അപ്പോഴാണ് വിജിലൻസ് സത്യം പുറത്തു കൊണ്ടുവന്നത്. ഈ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെയുണ്ട്. സ്വന്തം കയ്യിൽ പീഠം വെച്ച് ആരോപണം ഉന്നയിച്ചത് എന്തിനു വേണ്ടി? അതിനുശേഷം ഈ പീഠം ഒളിപ്പിക്കാൻ ശ്രമിച്ചത് എന്തിനു വേണ്ടി? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ തീരൂ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് ആരാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തിയാൽ ഒരു സംശയവും വേണ്ട, ഈ കളികൾക്ക് എല്ലാം പിറകിൽ UDF നേതാക്കൾ തന്നെയുണ്ട് എന്ന് തെളിയും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ദേവസ്വം ബോർഡിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥൻ, കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്റെ ഇടപെടലും സംശയത്തിന്റെ നിഴലിലാണ്. ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യും ദേവസ്വം വിജിലൻസ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ കളിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അയ്യപ്പനെ മുൻനിർത്തി കളിക്കുന്ന ഈ നെറികെട്ട രാഷ്ട്രീയ കളിയുണ്ടല്ലോ, അയ്യപ്പൻ പോലും പൊറുക്കില്ല. കഴിഞ്ഞ തവണ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടത്തിയ വലിയ സമരമുണ്ട് ശബരിമലയിൽ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതേ മുഖ്യമന്ത്രി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നത് നാം കണ്ടു. അതേപോലെ ഇതും ഒരു സുവർണാവസരമായി കാണാനും അതുപയോഗിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുമാണ് പ്രതിപക്ഷവും BJPയും ശ്രമിക്കുന്നത് എങ്കിൽ ഒരു സംശയവും വേണ്ട, 3ാം പിണറായി സർക്കാരും കേരളത്തിൽ അധികാരത്തിൽ വരും. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്.